സോഷ്യൽ മീഡിയയാണ് എല്ലാവർക്കും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനായിരിക്കും ഇഷ്ടം. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും നമ്മളുടെ നോർമലായിട്ടുള്ള ഞാൻ സാധാരണ ഇട്ട് പോകുന്നത് പോലെയുള്ള നമ്മളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണ്. കണ്ണൻ്റെ ചിരി കാണാൻ വേണ്ടി മാത്രം നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ കണ്ണൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം, നമ്മുടെ പോലെ തന്നെ. ഇപ്പോൾ കണ്ണൻകുട്ടിയുടെ മൂശാട്ടയും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞോ, വാശിയൊക്കെ കുറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ആൾക്ക് കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ നോർമൽ ലൈഫിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളുടെ നെറ്റിപ്പട്ടങ്ങളും എൻ്റെ പുസ്തകങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും ഇതൊക്കെയാണ് ശരിക്കുള്ള ഞാൻ എന്ന് പറയുന്നത്. അതൊന്നും ഇല്ലാത്ത ഞാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനല്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനല്ലാതെയായിരുന്നു ജീവിച്ചും കൊണ്ടിരുന്നിരുന്നത്. പല പല പ്രശ്നങ്ങളും നമ്മളെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു. എല്ലാം നോർമലായിട്ട് നമ്മളുടെ സാധാരണ ലൈഫിലേക്ക് നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. മുന്നെടുത്ത് വെച്ച ഓർഡറുകളൊക്കെയാണ് നെറ്റിപ്പട്ടത്തിൻ്റെ. പക്ഷേ ഇതുപോലെ ഇങ്ങനെ മെൻ്റലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആ ഒരു ഭംഗിയിൽ ചിലപ്പോൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണം. വർക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എല്ലാ മെയിൻ കാര്യങ്ങളും ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താഴെ വെച്ചിട്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കണ്ണൻ്റെ അടുത്തിരുന്ന് ചെയ്യുന്നത് അവന് ഇഷ്ടമാണ്. അപ്പോൾ അവനവിടെ താഴെ പായൊക്കെ വിരിച്ച് കിടത്തിയിട്ട് അവനും കുറച്ച് ടോയ്സൊക്കെ ഇട്ട് കൊടുത്ത് എപ്പോഴും ഈ ബെഡിൽ തന്നെ കിടത്തുമ്പോൾ അവന് ബെഡിൽ കിടക്കാനാണ് എപ്പോഴും ഇഷ്ടം. പക്ഷെ അങ്ങനെ കിടക്കുമ്പോഴേ ആ ബെഡിൽ കിടക്കുമ്പോൾ അവൻ നീങ്ങലും നിറങ്ങലും ഒന്നും ഉണ്ടാവില്ല. താഴെ നിലത്ത് പായിട്ട് കിടത്തിയാലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതും. അപ്പം അങ്ങനെ ടോയ്സൊക്കെ ഇട്ടിട്ട് താഴെ കിടത്തി അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ചിരിക്കുന്നതും കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഒരു പ്രസൻസാണ് അവനെ എപ്പോഴും ഏറ്റവും അവനെ ഹാപ്പി ആക്കി വയ്ക്കുന്ന ഒരു കാര്യമാണ്. അവനെവിടെയെങ്കിലും തന്നെയൊന്നും കിടത്തി കഴിഞ്ഞാൽ ആൾക്ക് സന്തോഷം ഉണ്ടാവില്ല. എപ്പോഴും നമ്മളുടെ സൗണ്ട് കേട്ട് നമ്മളുടെ സംസാരം കേട്ട് നമ്മളുടെ പ്രസൻസിലിരിക്കാനാണ് അവനെപ്പോഴും ഇഷ്ടം. പിന്നെ കല്യാണിക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ചലച്ചും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അവനെ ഹാപ്പി ആക്കാനായിട്ട്. അപ്പോൾ കല്യാണി അവന് ഭയങ്കര ഒരു നേരമ്പോക്കാണ്, സന്തോഷമാണ് അവൻ്റെ. അപ്പോൾ ഇതൊരു വലിയ നെറ്റിപ്പട്ടാണ് കേട്ടോ. മയിൽപ്പീലിയുടെ 5 ഫീറ്റ് നെറ്റിപ്പട്ടാണ്. അപ്പോൾ അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അടിപൊളിയാക്കി എടുക്കണ്ടേ നമുക്ക്. പിന്നെ ബുക്കിൻ്റെ ഓർഡറുകളൊക്കെ വരുന്നുണ്ട്, അതിൽ സന്തോഷമുണ്ട്. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം ബുക്കിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ബുക്ക് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ച് തന്നു കഴിഞ്ഞാൽ ബുക്ക് നമുക്ക് കൊറിയർ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ ഈ ചിരി കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ.